അതിരാവിലെ തന്നെ ബിഗ് ബോസ് എല്ലാ കുടുംബാംഗങ്ങളോടും ലിവിംഗ് ഏരിയയിലെല്ലാം വന്നിരിക്കാൻ പറയുന്നുണ്ട്. ഇത്ര നേരത്തെ ഒന്നും ഇതുവരെയായിട്ടും ബിഗ് ബോസ് എല്ലാവരെയും ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെ അന്തം വിട്ട് നിൽക്കുന്നത് കാണാം. ജാസ്മിനൊക്കെ പറയുന്നുണ്ട്, അയ്യോ ബിഗ് ബോസെ, ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല, ഇന്ന് ഞാൻ പല്ല് തേക്കാതെ ഉണ്ടാക്കിയ ചായയാണ് ഇവിടെ എല്ലാവരും കുടിക്കുക എന്നെല്ലാം പറയുന്ന ജാസ്മിനെ കാണാം. അങ്ങനെ പിന്നീട് ബിഗ് ബോസ് ഒരു ടാസ്ക് ലെറ്റർ എല്ലാം ഷോറൂമിൽ വെക്കുന്നു. എന്നിട്ട് എല്ലാ കുടുംബാംഗങ്ങളെയും വിളിച്ചിരുത്തിക്കൊണ്ട് ഗബ്രിയാണ് ആ ഒരു ടാസ്ക് ലെറ്റർ അവിടെ വായിക്കുന്നത്. സംഭവം എന്തെന്ന് വെച്ചാൽ ഇന്ന് ദിലീപുമായിട്ടൊരു പ്രസ് മീറ്റ് എല്ലാം നടക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് ദിലീപിന്റെ പുതിയ മൂവിയായ ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോ ടീമംഗവും നടൻ ദിലീപിന്റെ അടുത്തായിട്ട് ചോദിക്കണം. ആ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എല്ലാം ബിഗ് ബോസ് ആ ഒരു ടാസ്ക് ലെറ്ററിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രസ് മീറ്റിന്റെ ഭാഗമായിട്ട് ദിലീപ് ബിഗ് ബോസ് ഹൗസിൽ കയറുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. എല്ലാം സങ്കല്പിച്ചിട്ടാണ് ഈ ഒരു ടാസ്ക് എല്ലാം അവിടെ ചെയ്യാനായിട്ട് ബിഗ് ബോസ് പറയുന്നത്. ഗബ്രി എല്ലാം പറയുന്നു, മിക്കവാറും ദിലീപ് ഏട്ടൻ വീഡിയോ സ്ക്രീനിലെല്ലാം വന്നിട്ടായിരിക്കും ഈ ഒരു പ്രസ് മീറ്റ് നടക്കുക എന്നെല്ലാം പറയുന്നു. അല്പസമയത്തിനകം തന്നെ ദിലീപ് ബിഗ് ബോസ് ഹൗസിൽ കയറുകയും പ്രസ് മീറ്റ് എല്ലാം തുടങ്ങുകയും ചെയ്യും. ഇതിന്റെ ഭാഗമായിട്ട് എല്ലാ കുടുംബാംഗങ്ങളോടും ഇതിനോടകം തന്നെ റെഡി ആവാനായിട്ട് ബിഗ് ബോസ് അവിടെ പറയുന്നു. എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. ഹോട്ട്സ് ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.